ഈ കുറിപ്പിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയാലോ? പള്ളിപ്പുറം പള്ളി പെരുന്നാളാവുമ്പോ എങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണേ? അങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ച് ഞാനും പാപ്പിയും ചേട്ടനും കൂടി വൈകുന്നേരം ആയപ്പോ ഒന്നിറങ്ങി. പോകുന്ന വഴി റോഡ് സൈഡിലുള്ള വീടുകൾ കാണുമ്പോൾ അറിയാം ഫുൾ ഓൺ പെരുന്നാൾ മൂടാണ്. അവിടെ എത്തിയപ്പോഴേക്കും പള്ളിയിൽ നിന്ന് പ്രദർശനം ഇറങ്ങിയിരുന്നു. അതും കണ്ടിട്ട് പള്ളിയുടെ അങ്ങോട്ട് പോയി. ഈ കുറിപ്പിനാണെങ്കിൽ സൈഡ് വലിവ് കടയിലേക്ക്, എനിക്കാണെങ്കിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ അന്നാണ് ഇവിടെ പെരുന്നാള്. ഇന്ത്യൻ ഫ്ലാഗ് കളർ ലൈറ്റ് ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ ഓഗസ്റ്റ് 14 പോയത് കൊണ്ടാ. 15 ആയിരുന്നെങ്കിൽ ഈ ടൈം കിട്ടു വൈബായിരുന്നേനെ ഇവിടെ. പാപ്പയാണെങ്കിൽ പള്ളിയിൽ കയറാന്നും പറഞ്ഞ് വലിച്ചോണ്ട് പോകുമായിരുന്നു. പ്രദർശനം പോയത് കൊണ്ട് പള്ളിയുടെ അകത്ത് കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇല്ലാണ്ട് എന്ത്, അതും പെരുന്നാളിന്. പിന്നെ അവിടെയൊക്കെ തിന്ന് വന്നപ്പോൾ മഴയായി. വീട്ടിൽ നിന്ന് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നെയിൽ പോളിഷ് റിമൂവർ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ചേട്ടൻ എന്തിനാന്ന് ചോദിച്ചാൽ വീട്ടിലുണ്ട് ഒരു കുരിപ്പ്, അതെന്തേലും പണി ഒപ്പിച്ചു കാണും. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എന്തേ മഴ. പെരുന്നാൾ മഴ കൊണ്ട് പോയോ? ഇല്ല, അത് പെട്ടെന്ന് പോയി. ഇത് കൊള്ളാല്ലേ, ഒരെണ്ണം എടുത്തോണ്ട് പോയാലാ? വേണ്ട, ആ ചേട്ടൻ പുറകെ വന്നിട്ട് വേണം എനിക്കിനി ചീത്തപ്പേരാവാൻ. ഇതും കൊള്ളാം, ഒറിജിനലിന് വെല്ലുന്ന സാധനം. വാവ്. ബട്ട് വില കേട്ടാൽ ഞെട്ടും. തിരിച്ചു പോരാൻ നേരം പന്നിയിറച്ചി മേടിച്ചിട്ടാ പോകുന്നത്. പെരുന്നാളാണെങ്കിൽ വല്യച്ഛന് പന്നി, അത് മസ്റ്റാ. പാപ്പി ഒരു പാട്ട് പാടിക്കേ. കണ്ണഴകേ കണ്ണീരൊരു ചാന്തഴകേ പന്തലവിടെ പൂവാണ് കുന്നോല പന്തലിൽ ആർക്കും കൂരവയും തരാണ്. കുന്നോല പന്തലിൽ ആർക്കും കൂരവയും തരാണ് പോവാണ്.